അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ പോളിനോമിയലിൻ്റെയും ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയും സീറോസിൻ്റെ ഗ്രാഫ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസ് ഗ്രാഫിൽ എങ്ങനെ വരക്കാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. y is equal to x cube minus 4x. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. എക്സ് വൈ വെച്ചിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിന് -2 കൊടുക്കാൻ പോണേ. അപ്പോൾ -2 കൊടുക്കുമ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 എക്സിന്റെ സ്ഥാനത്ത് -2 കൊടുക്കുമ്പോൾ -2 ക്യൂബ് -4 ഇൻറ്റു -2 വരും. -2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ് എത്രയാണ്? 2 × 2 × 2 8. ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സിന്റെ സെയിം സൈൻ. ഓഡ് നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും? സെയിം സൈൻ തന്നെ ആയിരിക്കും. ഈവൺ നമ്പർ ആണെങ്കിൽ എപ്പോഴും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 4 2s are 8. അപ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പോൾ -2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? -1 കൊടുത്തു നോക്കാം. -2 കഴിഞ്ഞാൽ -1 കൊടുത്തു നോക്കാം. -1 കൊടുക്കുമ്പോൾ -1ന്റെ ക്യൂബ് -4 ഇൻറ്റു -1. ഓക്കെ, അപ്പോൾ -1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 1 തന്നെ. ഓഡ് നമ്പർ വന്നേക്കണ കാരണം സെയിം സൈൻ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, 4 × 1 4. ഓക്കെ, ഇവിടെ എന്താണ്? രണ്ടിൻ്റെയും സൈൻ വേറെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ. 4 - 1 3. വലുതിൻ്റെ സൈൻ പ്ലസ് തന്നെ. അപ്പോൾ -1 കിടക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇനി അടുത്തത് നമുക്ക് എന്ത് കൊടുക്കാം? -1 കഴിഞ്ഞാൽ 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ എന്താവും? 0 കൊടുക്കും. എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ടേമും 0 ആയി പോകും. ഇവിടെ വേറെ കോൺസ്റ്റൻസ് ഒന്നുമില്ല അല്ലേ? 0ൻ്റെത് ക്യൂബ് 0 തന്നെ. -4 × 0 0. അപ്പോൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും. അടുത്ത 0 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ്? 1 ആണ്. 1 കൊടുത്ത് നോക്കാം. അപ്പോൾ 1ന്റെ ക്യൂബ് -4 × 1. 1ന്റെ ക്യൂബ് 1 തന്നെ. -4 വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ. ഇവിടെ വേറെ വേറെ സൈനാണ്. അപ്പോൾ -3 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? -3. ഇനി അടുത്തത് നമുക്ക് എന്ത് കൊടുക്കാം? 2 കൊടുത്ത് നോക്കാം. 2 കൊടുക്കുമ്പോൾ എക്സ് ക്യൂബിന് 2 ക്യൂബ് -4 ഇൻറ്റു 2 എന്ന് വരും. 2ന്റെ ക്യൂബ് 8 -4 2s are 8. അപ്പോൾ എന്ത് വരും? 0 വരും. അഗെയിൻ ഇവിടെയും 0. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ചു നോക്കാതെ തന്നെ ടേബിളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം വൈക്ക് എവിടേക്കാണ് 0 വന്നേക്കണം. 3 zeros വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോളിനോമിയലിന്റെ സീറോസ് ഏതൊക്കെയാണ്? ക്യൂബിക് പോളിനോമിയലാണ്. ഈ ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് എന്തൊക്കെയാണ്? ഇവിടെ -2 ഉണ്ട്. പിന്നെ ഏതാണ് 0 വന്നേക്കണം? 0 ഉണ്ട്. പിന്നെ 2 ഉണ്ട്. അപ്പോൾ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? 3 zeros വൈക്ക് വന്നേക്കണം. കാരണം -2 0 2 ഇതെല്ലാം എന്താണ്? ഇതിന്റെ സീറോസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The x-axis, y-axis. അപ്പോൾ ഇനി -2 കൊടുക്കുമ്പോൾ എക്സിന് -2 കൊടുക്കുമ്പോൾ എവിടെയാണ് 0 എന്നത്? വൈക്ക് 0 ആയിരിക്കും. അപ്പോൾ എക്സിന് -2 കൊടുക്കുമ്പോൾ വൈക്ക് 0. അപ്പോൾ ഇവിടെ വരും. ഇനി അടുത്തത് എക്സിന് -1 കൊടുക്കുമ്പോൾ വൈക്ക് 3 വരണം. അപ്പോൾ എക്സ് -1 വൈ 3. അപ്പോൾ ഇവിടെ വരും. ഇനി അടുത്തത് 0 0 ആണ്. എക്സിനും വൈക്കും 0 ആണ്. നെക്സ്റ്റ് 1 -3 ആണ്. എക്സിന് 1 വൈക്ക് -3.
ഇനി എക്സിന് 2, വൈക്ക് 0 ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വന്നേക്കുന്നത്. അപ്പൊ ഇതില് എക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് കോർഡിനേറ്റ്സിൽ എത്ര ടൈംസ് കട്ട് ചെയ്തിട്ടുണ്ട്? എക്സ് 3 ടൈംസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം -2ലും, ഒരെണ്ണം 0ലും, ഒരെണ്ണം 2ല്. അപ്പൊ ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ് -2, 0, 2. അപ്പൊ നേരത്തെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരുന്നപ്പോഴും മാക്സിമം 2 പോയിന്റ്സിലെ കട്ട് ചെയ്തുള്ളൂ. ഇവിടെ മാക്സിമം എത്ര പോയിന്റ്സിൽ കട്ട് ചെയ്യാം? 3 കോർഡിനേറ്റ്സിൽ കട്ട് ചെയ്യാമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വൈക്ക് x³ നടക്കാം. y = x³ നടക്കുമ്പോൾ എന്ത് ഗ്രാഫാണ് കിട്ടണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് വൈ. അപ്പൊ ആദ്യം -2 കൊടുക്കാം എക്സിന്. അപ്പൊ എക്സിന് -2 കൊടുക്കുമ്പോൾ എന്ത് വരും? -2³ വരും അല്ലെ? അതായത് -8 വരും. ഇനി -1 കൊടുക്കുമ്പോഴും -1³ എന്ന് പറഞ്ഞാൽ -1 തന്നെ. സൈൻ മാറൂല ക്യൂബ് വന്നതുകൊണ്ട്, ക്യൂബ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി അടുത്തത് 0 കൊടുക്കുമ്പോൾ 0 തന്നെ, 1 കൊടുക്കുമ്പോൾ 1 തന്നെ, 2 കൊടുക്കുമ്പോൾ 8 തന്നെ. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും നമുക്ക് നോക്കാം. അതായത് മൈനസ് ഭാഗത്ത് 8, വൈൻ്റെ സ്ഥലത്ത് 8 എണ്ണം വരെ വരണം. അപ്പൊ ഇവിടെ -8ഉം 8ഉം ആണ്. അപ്പൊ നമുക്ക് വൈൻ്റെ അവിടെ എത്ര പ്ലേസ് വേണം? 8 എണ്ണം വേണം. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. -1, -2, -3, -4, -5, -6, -7, -8. ഇനി എക്സ് ആക്സിസിൽ 2 എണ്ണം മതിയാവും. -1, -2, 1, 2. അപ്പൊ -2ക്ക് വരുമ്പോൾ -2ന്റെ സ്ഥലത്ത് എത്രയാണ്? വൈൻ്റെ സ്ഥലത്ത് -8 ആണ് വരുന്നത്. അപ്പൊ നേരെ വരുമ്പോൾ ഇവിടെ വരും. ഇനി -1, -1 തന്നെ. അപ്പൊ ഇവിടെ വരും, ഇവിടെ വരും. ഇനി 0, 0. ഇനി 1, 1. ഇനി 1 കുറച്ചുകൂടി അടുത്ത് വെക്കാം. 1, 2. 1, 1 ഇവിടെ വരും. ഇനി 2, 8. അപ്പൊ ഗ്രാഫ് വരക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് അതിനത്. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഈ ഗ്രാഫില് x³ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര സീറോസ് ആണ് കിട്ടണത്? 0, ഒരു 0 മാത്രമാണ് കിട്ടുന്നത്. എവിടെ? എപ്പോഴും x 0 ആകുമ്പോഴും മാത്രം നമുക്ക് ഒരു 0 കിട്ടും. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്തത് y = x³ - x². അപ്പൊ ഇതിൻ്റെ നോക്കാം. എക്സ് വൈ. -2 കൊടുക്കുമ്പോൾ -2ന്റെ ക്യൂബ് -2ന്റെ സ്ക്വയർ. ക്യൂബും സ്ക്വയർ ആണ്. എക്സിന് -2 എന്ന് കൊടുത്തു. അപ്പോൾ -3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -8, -2 സ്ക്വയർ വരുമ്പോൾ 4. ഓക്കെ. ഇപ്പൊ രണ്ടും ഒരേ സൈൻ ആണ് വന്നേക്കുന്നത്. ഒരേ സൈൻ വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ. പ്ലസ് ചെയ്യുമ്പോൾ 12 കിട്ടും, -12 കിട്ടും. ഓക്കെ. ഇനി ഇനി എന്ത് കൊടുക്കാം? -1 കൊടുക്കാം. -1 കൊടുക്കുമ്പോൾ -1ന്റെ ക്യൂബ് -1ന്റെ സ്ക്വയർ. അപ്പോൾ -1 -1 വരും. അതായത് -2 വരും. പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ. അപ്പൊ -1 കൊടുക്കുമ്പോൾ -2 വരും.
ഇനി അടുത്തത് 0 കൊടുത്ത് നോക്കാം. 0 കൊടുക്കുമ്പോൾ ഇതിലെന്താ 0 തന്നെ ആയി പോകും. ഇനി 1 കൊടുക്കുമ്പോൾ 1ന്റെ ക്യൂബ് മൈനസ് 1ന്റെ സ്ക്വയർ, അതായത് 1 മൈനസ് 1 0 വരും. ഇനി അടുത്തത് 2 കൊടുത്ത് നോക്കാം. 2ന്റെ ക്യൂബ് മൈനസ് 2ന്റെ സ്ക്വയർ, അപ്പോൾ 8 മൈനസ് 4 വരും. 2 കൊടുക്കുമ്പോൾ 4 വരും. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗ്രാഫ് വരക്കാതെ തന്നെ മനസ്സിലാക്കാൻ 2 സീറോസ് ഉണ്ട് ഇതിൽ. ഏതൊക്കെയാണ്? 0യും 1ഉം. ഓക്കെ, അപ്പൊ നേരത്തെ ആദ്യം വരച്ചപ്പോൾ നമുക്ക് ക്യൂബിക് പോളിനോമിയലില് 3 സീറോസ് കിട്ടി. രണ്ടാമത് വരച്ചപ്പോൾ എത്ര സീറോസ് കിട്ടി? 1 സീറോ കിട്ടി. ഇപ്പൊ മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടി? എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ചെയ്തപ്പോൾ 2 സീറോസ് കിട്ടി അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ജനറൽ റൂൾ എന്താണ്? ഡിഗ്രി n ആയിട്ടുള്ള പോളിനോമിയലിന്റെ മാക്സിമം n സീറോസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് n ആണ് ഡിഗ്രി എങ്കിൽ അതിന്റെ മാക്സിമം സീറോസ് n ആണ്. അതായത് 3 ആണ് പോളിനോമിയലിന്റെ ഡിഗ്രി എങ്കിൽ അതിന് എത്ര സീറോസ് മാക്സിമം ഉണ്ടാക്കാൻ പറ്റും? 3 സീറോസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. അതിന് എത്ര സീറോസ് മാക്സിമം ഉണ്ടാക്കാൻ പറ്റും? 2 സീറോസ്. ലീനിയർ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. അതിന് എത്ര മാക്സിമം സീറോസ് ഉണ്ടാക്കാൻ പറ്റും? 1 ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഏത് തരത്തിലുള്ള ഇക്വേഷൻ ആണെന്ന് നോക്കണം. അതിന്റെ ഡിഗ്രി ഏതാണെന്ന് എത്രയാണെന്ന് നോക്കണം. അതിന്റെ ഡിഗ്രി എത്രയാണോ അത്രയും മാക്സിമം സീറോസ് ആണ് നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന കുറച്ച് ഗ്രാഫ്സിന്റെ എക്സാമ്പിൾ നോക്കാം. എത്ര സീറോസ് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ ഫിഗർ 2.9 കുറച്ച് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സീറോസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കണത്. ഇതിൽ എത്ര സീറോസ് ഉണ്ട്? അപ്പൊ നമുക്കറിയാം സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് കോർഡിനേറ്റിനെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് എന്താവുള്ളൂ? ഒരു സീറോ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇവിടെ വൈ കോർഡിനേറ്റ്സിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വൈ കോർഡിനേറ്റ് ആണ്, ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. അതെന്തല്ല സീറോസ് ആക്കി കണക്കാനായിട്ട് നമുക്ക് പറ്റൂല. ഇതാണ് എന്ത്? 0. അപ്പൊ ഇതിന്റെ സീറോസ് എത്രയാണ്? 1. ഇനി അടുത്ത ഫിഗർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഒരു പരാബോള. ഇതിൽ 2 സ്ഥലത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, എക്സ് കോർഡിനേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഇതിന്റെ സീറോസ് 2. എത്ര സീറോസ്? 2. ഇനി മൂന്നാമത്തെ ഫിഗർ ഇതിൽ എത്ര സ്ഥലത്ത് എക്സ് കോർഡിനേറ്റ് കട്ട് ചെയ്ത്, ഇവിടെ വൈ കോർഡിനേറ്റ് വേറെ കട്ട് ചെയ്തിട്ടുണ്ട്, അത് നോക്കണ്ട. ഇങ്ങനെയാണ് ഫിഗർ. അപ്പോൾ എക്സ് കോർഡിനേറ്റിൽ എത്ര ടൈംസ്? 3 ടൈംസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സീറോസ് 3. ഈസി അല്ലേ? ഇനി അടുത്തത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതെന്താണ്? ലീനിയർ പോളിനോമിയൽ ആണ്. അതിന്റെ സീറോസ് എപ്പോഴും എത്രയായിരിക്കും? 1 ആണ്. ഇനി അടുത്തത് അടുത്തത് ഒരു പരാബോളയാണ്. ഒരു സ്ഥലത്ത് ടച്ച് ചെയ്തേക്കുന്നത്. ഇതിന്റെ സീറോ നമുക്കറിയാം എത്രയാണ്? 1. അപ്പൊ ഇതിൽ എത്ര സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4. 4 സ്ഥലത്ത് ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സീറോസ് എത്രയാണ്? 4. ഇനി അടുത്തത് നമുക്ക് എക്സസൈസ് 2.1 പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ ഗ്രാഫ്
ഇതിൽ എവിടെയും എക്സ് കോർഡിനേറ്റിൽ കട്ട് ചെയ്തിട്ടില്ല, വൈ കോർഡിനേറ്റിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ്? നോ സീറോസ് അല്ലെ. ഇതിന്റെ സീറോസ് എത്രയാണ്? ഒന്നുമില്ല, 0 അല്ല, നോ സീറോസ്. ഇനി അടുത്ത ഫിഗർ നോക്കാം. ഇങ്ങനെയുള്ള ഒരു ഫിഗർ ആണ്. അപ്പൊ ഇതിൽ എത്ര ടൈംസ് എക്സ് കോർഡിനേറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം. ഒരു ടൈം. അപ്പൊ ഇതില് 0 എത്രയാണ്? ഒരെണ്ണം. ഇനി അടുത്ത ഫിഗർ. അപ്പൊ ഇവിടെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് 2, 3 സീറോസ്. നെക്സ്റ്റ് ഫിഗർ. ഇവിടെ എക്സ് കോർഡിനേറ്റിൽ 2 തവണ. അപ്പൊ ഇതിന്റെ സീറോസിന്റെ എണ്ണം 2. ഇനി അടുത്ത ഫിഗർ. ഇവിടെ നോക്കാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പൊ 4 സീറോസ് ഉണ്ട്. ഇവിടെ ഒരെണ്ണം. പിന്നെ അടുത്തത് ക്രോസ് ചെയ്ത് പോയിട്ടില്ല, ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഒരെണ്ണമായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. 1, 2, 3. അപ്പൊ എത്ര സീറോസ്? 3 സീറോസ്.